എടാ മോനെ. ഹലോ ഫ്രണ്ട്സ്, ഫേമസ് അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, ഓൾസോ നോൺ ആസ് H.W. ലോങ്ഫെല്ലോന്റെ സക്സസ് എന്ന പോമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിതിന്റെ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും, ഇതൊരു 4 സ്റ്റാൻസ് ആയുള്ള ഒരു പോമാണ്. ഓക്കെ, ഒരു സ്റ്റാൻസയിൽ നമുക്ക് കാണാം 4 വരികളാണുള്ളത് അല്ലെ. ഓക്കെ, ലെറ്റ്സ് റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ. We have not wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summits of our time. എന്താണ് വരികൾ പറയുന്നത്? വി ഹാവ് നോട്ട് വിങ്സ്, നമുക്കെന്തില്ല? വിങ്സ് ഇല്ല. നമ്മളെന്ന് പറയുന്നത് ഹ്യൂമൻസ് അല്ലെ. ഹ്യൂമൻസിന് എന്തില്ല? വിങ്സ് ഇല്ല. ആർക്കാണ് വിങ്സ് ഉള്ളത്? ബേർഡ്സിന്. സോ വി കനോട്ട് സോർ, ഉയരത്തിൽ പറക്കാൻ നമുക്ക് പറ്റില്ല. സോർ മീൻസ് ഉയരത്തിൽ പറക്കുക അല്ലെ. നമ്മൾ ഉയർന്ന തലത്തിൽ നമുക്ക് എന്ത് പറ്റുന്നില്ല? പറക്കാൻ പറ്റുന്നില്ല, വിങ്സ് ഇല്ലാത്തതുകൊണ്ട്. ബട്ട് വി ഹാവ് ഫീറ്റ്, നമുക്ക് എന്തുണ്ട്? കാൽപാദങ്ങൾ തന്നിട്ടുണ്ട്. ടു സ്കെയിൽ ആൻഡ് ക്ലൈം അല്ലെ, വലിഞ്ഞു കയറാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കാൽപാദങ്ങൾ നമുക്കുണ്ട്. പിന്നെന്താണ് പറയുന്നത്? ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ, ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. സ്ലോ ഡിഗ്രീസ് അതായത് പതിയെ പതിയെ. സോ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. ബൈ മോർ ആൻഡ് മോർ, നമ്മൾ കുറച്ച് നമ്മൾ എഫേർട്ട് ഇട്ട് അറ്റ് ദി എൻഡ് അവസാനമാണ് നമ്മൾ എന്താവുന്നത്? നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. ദി ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. ഇവിടെ ക്ലൗഡി എന്ന് പറയുന്നത് എന്താണ്? ക്ലൗഡി സമ്മിറ്റ്സ്. ഇവിടെ സമ്മിറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന തലം, അതായത് ഒരു മൗണ്ടൈന്റെ ഹയസ്റ്റ് പീക്കിനാണ് എന്ത് പറയുന്നത്? സമ്മിറ്റ്, ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ മൗണ്ടൈൻ. ക്ലൗഡി മീൻസ് മേഘത്താൽ ചുറ്റപ്പെട്ട ഒരു ഉയർന്ന തലം. അവിടെ എത്താന്നുള്ളത് എന്താണ്? ഒരു സ്ലോ പ്രോസസ് ആണ് അല്ലെ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? അതായത് റോമ സാമ്രാജ്യം അത് സൃഷ്ടിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല. ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. അതുപോലെ നമ്മൾ പറയും പയ്യെ തിന്നാൽ പനയും തിന്നാം. അതിന്റെ അർത്ഥം എന്താണ്? സെയിം മീനിങ്. അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അറ്റ് ദി എൻഡിൽ നമ്മൾ എന്താവുന്നു? വി വിൽ ബിക്കം സക്സസ്ഫുൾ. ഓക്കെ, അപ്പൊ അടുത്ത സെൻസിലേക്ക് പോവാം. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ് വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ ആർ ബട്ട് ജൈഗാന്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റേഴ്സ്. എന്താണ് എന്റെ അർത്ഥം? ദ മൈറ്റി പിരമിഡ്സ് അതായത് പടുകൂറ്റൻ നിർമ്മിതികളായിട്ടുള്ള പിരമിഡ്സ്, കല്ലിനാൽ തീർക്കപ്പെട്ട പടുകൂറ്റൻ നിർമ്മിതികളാണ് എന്ത്? പിരമിഡ്സ്. മൈറ്റി മീൻസ് വെരി സ്ട്രോങ് ആൻഡ് പവർഫുൾ. ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ്, അത് വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു മരക്കഷ്ണം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ നടുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ആപ്പ് വെക്കും അല്ലെ. ആപ്പ് വെക്കുക എന്ന് പറയില്ലേ, അതിനാണ് എന്ത് പറയാ? വെഡ്ജ്. ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ്. ക്ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഡെസേർട്ട് എയർ, അതായത് മരുഭൂമിയിലെ കാറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് എന്ത്? ഈ പിരമിഡ്സ് എന്ന് പറയുന്നത്. വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ ആർ ബട്ട് ജൈഗാന്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റേഴ്സ്. വെൻ നിയറർ സീൻ അതായത് അടുത്തെത്തി കാണുമ്പോൾ, ബെറ്റർ നോൺ കൂടുതൽ അറിയുമ്പോൾ, എന്താണ്? ഈ ജൈഗാന്റിക് ഫ്ലൈറ്റ്സ്, അതായത് ജൈഗാന്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭയങ്കര ഭീമാകാരമായിട്ടുള്ള ഫ്ലൈറ്റ്സ് മീൻസ് സ്റ്റെപ്സ് ഓഫ് സ്റ്റേഴ്സ്. ദൂരെ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ആകൃതിയിലുള്ള ഒരു പടുകൂറ്റ നിർമ്മിതി. പക്ഷെ അടുത്തെത്തും മനസ്സിലാവും വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അല്ലെ. അതിന് മേലെ എത്താൻ പറ്റും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ജൈഗാന്റിക് സ്റ്റെപ്സ് കയറാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അറ്റ് ദി എൻഡ് വി ക്യാൻ റീച്ച് ഓൺ ടോപ്പ്. അതിന്റെ മേലെത്താൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്? സക്സസ് എന്ന് പറയുന്നത് ഒരു ഓവർ നൈറ്റ് ആയിട്ട് ഒക്കെ അറിയുന്ന സംഭവമല്ല. അതായത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. സക്സസ് തന്നെ എന്താണ്? നമ്മൾ പെർസിവറൻസും ഡെഡിക്കേഷനും ഒക്കെ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ചുവട് പടി വെച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവസാനം ലഭിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ സക്സസ് എന്ന് പറയുന്നത്, ജീവിത വിജയം എന്ന് പറയുന്നത് അല്ലെ. സോ ദ നെക്സ്റ്റ് ആൻസർ, ദ ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ് അറ്റ് അപ്രിയർ ദർ സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് ദ സ്കൈസ് ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് അറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽസ് റൈസ്. എന്താണ് എന്റെ അർത്ഥം? വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ് അല്ലെ, ദാറ്റ് അപ്രിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്നു പൊങ്ങുക അല്ലെ. റൈസ് അപ്പ് അല്ലെ, ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ്, ദർ സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് ദ സ്കൈസ്. അതെന്താണ്? ആകാശത്തിന്റെ സോളിഡ് ബാസ്റ്റിയൻസ് ആണ്. സോളിഡ് മീൻസ് ഉറച്ച. ബാസ്റ്റിയൻസ് എന്നാല് കോട്ടക്കുത്തലം എന്ന് പറയില്ലേ, അതായത് കോട്ടന്റെ സൈഡിലായിട്ടുള്ള ഒരു മുന്നോട്ട് ആഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അവിടെ നിന്നാണ് എനിമീസ് വരുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുക. സോ ആ ഭാഗത്തിനാണ് എന്ത് പറയാ? ഈ ബാസ്റ്റിയൻസ് എന്ന് പറയാം. സോ സോളിഡ് ബാസ്റ്റിയൻസ്, ഉറച്ച ബാസ്റ്റിയൻസ് ഓഫ് സ്കൈസ് ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് അറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽ റൈസ്. നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉയർന്നു പോകുമ്പോൾ, നമ്മൾ സക്സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല പല വഴികളും നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അല്ലെ. നമ്മൾ ഈ ഡിസ്റ്റന്റ് മൗണ്ടെയിൻ, ഈ മൗണ്ടെയിൻ എന്ന് പറയുന്നത് എന്താണ്? എന്തിന്റെ സിമ്പിളാണ്? സക്സസിന്റെ സിമ്പിളാണ് അല്ലെ. ജസ്റ്റ് ലൈക്ക് പിരമിഡ്സ്, മൗണ്ടെയിൻ ഈസ് ഓൾസോ സിമ്പിൾ ഓഫ് സക്സസ്. സോ വി ആർ ക്രോസ്ഡ് ബൈ പാത്വേസ്, പുതിയ വഴികൾ അല്ലെ. പാത്വേസ് എന്നാൽ വഴികൾ. അപ്പിയർ മീൻസ് പ്രത്യക്ഷപ്പെടുക. സോ വി സീ എ ലോട്ട് ഓഫ് ന്യൂ വേസ് അല്ലെ. പുതിയ പാത്വേസ് നമ്മൾ കണ്ടെത്തുന്നു. ആസ് വി ഗോ ഓൺ ഹയർ ആൻഡ് ഹയർ അല്ലെ. ഹയർ ലെവൽസിലേക്ക് പോകുന്നതനുസരിച്ച് പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തുന്നു. The heights by great men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night.
എന്താണ് എന്റെ അർത്ഥം? ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റീച്ച് അല്ലെ, വലിയ വലിയ ആൾക്കാർ, ജീവിത വിജയം കൈവരിച്ച ആൾക്കാർ എത്തിയ ഹൈറ്റ്സ്, ആ വലിയ വലിയ ഹൈറ്റ്സ്, അവരത് എത്തിയത് ഒറ്റ ദിവസം കൊണ്ടാണോ? അല്ല. ദേ വർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. സഡൻ ഫ്ലൈറ്റ് തന്നെ എന്താ? ഒറ്റ കുതിപ്പ് അല്ലെ. ഫ്ലൈറ്റ് മീൻസ് കുതിപ്പ്. ഒറ്റ കുതിപ്പ് കൊണ്ട് എത്തിയാണോ അവരവിടെ? അല്ല. അവർ ഓരോ ദിവസവും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എവിടെ എത്തിയത്? അവർ സക്സസ്ഫുൾ ആയത് അല്ലെ. ബട്ട് ദേ വൈൽ ദിയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് വർ ടോയിലിംഗ് അപ്വേർഡ് അല്ലെ. അവരുടെ കമ്പാനിയൻസ്, അവരുടെ കൂടെയുള്ളവർ ഉറങ്ങിയപ്പോഴും അവരെന്ത് ചെയ്യാണ്? ദേ വർ ടോയിലിംഗ് മീൻസ്, അതായത് ജോലി ചെയ്യുക. ഓരോ ദിവസവും അവർ പണിയെടുക്കായിരുന്നു, ജോലി ചെയ്യായിരുന്നു. അവർ കൂടെയുള്ളവർ ഉറങ്ങുമ്പം ഇവര് ടോയിലിംഗ് അപ്വേർഡ്, മുകളിലെത്താൻ വേണ്ടി അല്ലെ. അപ്വേർഡ്, മുകളിലെത്താൻ മീൻസ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അവര് ഓരോ ദിവസം അധ്വാനിക്കുകയായിരുന്നു. സോ ദിസ് ഷോസ് ദ പെർസിവറൻസ് ആൻഡ് ഡെഡിക്കേഷൻ ഓഫ് ഗ്രേറ്റ് മെൻ. അതായത് ജീവിത വിജയം കൈവരിച്ച ആൾക്കാരുടെ പെർസിവറൻസും ഡെഡിക്കേഷനാണ് എന്ത് ഈ വരികളിൽ കാണിക്കുന്നത്. സോ സക്സസ് എന്ന പോം എന്താണ് പറയുന്നത്? ഇറ്റ് ഷോസ് ഹൗ വി ക്യാൻ വിൻ ഇൻ ലൈഫ്. എങ്ങനെയാണ് നമുക്ക് ജീവിത വിജയം കൈവരിക്കുക എന്നാണ് ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോന്റെ സക്സസ് എന്ന പോം പറയുന്നത്. ഓക്കെ.